വാവ്, ചേച്ചിന്നൊക്കെ വിളിക്കോ നീ? അപ്പം പോലെ എന്നെ ചേച്ചിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. ഈ എലികരന്റെ മുടിയുള്ള കുട്ടിയാണ് എന്റെ അനുജത്തി പട്ടു. പട്ടു എവിടെ? പട്ടുവിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്നു. ഇന്നലെ എന്റെയും അമ്മയുടെയും ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ ആ ബർത്ത്ഡേ ദിവസത്തെ കുറച്ച് പ്രിപ്പറേഷൻസിന്റെ വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബർത്ത്ഡേയുടെ തലേ ദിവസത്തെ വീഡിയോ ആയിരിക്കുന്നു. പക്ഷെ അല്ല, ബർത്ത്ഡേ ദിവസമുള്ള വീഡിയോ ആണ്. നമ്മൾ പിന്നെ പണ്ടേ ലാസ്റ്റ് മിനിറ്റിന്റെ ആൾക്കാരാണ്. പട്ടുവിന്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു ഈ 2 ചെടികൾ. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കേക്ക് ഡെക്കറേഷൻ മൊത്തം ഞാനായിരുന്നു ചെയ്തത്. ഇതായിരുന്നു ഇൻസ്പോ. ഇതുപോലത്തെ കേക്ക് ഒന്നും ഇവിടെ എവിടെയും ചെയ്തു തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ലാസ്റ്റ് ബർത്ത്ഡേയുടെ കേക്ക് വൻ അലമ്പായിരുന്നു എന്നുള്ളത് സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം റിസ്ക് എടുക്കാൻ നിന്നില്ല. പിന്നെ ബർത്ത്ഡേ ഡെക്കറേഷൻ ഒക്കെ വിത്തിൻ 10 to 15 മിനിറ്റ്സ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇത് ഞാൻ ഓൺലൈനായിട്ടൊരു ബർത്ത്ഡേ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ചെയ്തായിരുന്നു. അപ്പോൾ അതിന്റെ ലിങ്ക് ഇതാ ഇവിടെ കൊടുക്കാം. 200 രൂപയ്ക്ക് 50 ബലൂണും കർട്ടനും പിന്നെ ഗ്ലൂവും അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേയിൽ ഉത്സാഹ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു പട്ടു. വൻ ഉത്സാഹമായിരുന്നു. ബലൂണ് വീർപ്പിക്കുന്നു, കെട്ടാൻ നോക്കുന്നു, വീണു പോകുന്ന ബലൂണൊക്കെ എടുത്തു തരുന്നു. വൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് എടുത്തു തരും, ഗോൾഡൻ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ എടുത്തു തരും. ഇത്രയും ചെയ്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്ലെയിൻ ആയി പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. സോ 2 ഫോയിൽ കർട്ടൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതങ്ങോട്ട് ഒട്ടിക്കാന്ന് വിചാരിച്ചു. ഫോയിൽ കർട്ടനും കൂടെ വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ഗ്രാൻഡ് ലുക്കായി. പിന്നെ ലൈറ്റും സെറ്റ് ചെയ്തു, സൈഡിലൊരു ചെടിയും വെച്ച് കഴിഞ്ഞപ്പോൾ സംഭവം സെറ്റായി. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബർത്ത്ഡേ ഡെക്കറേഷൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട.